ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെയും സ്ക്വയർ റൂട്ട് 30 സെക്കൻഡ്സിലേക്ക് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ട്രിക്ക് പറഞ്ഞുതരാം. ഈ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു 5 വെച്ച് എൻഡ് ചെയ്യുന്ന നമ്പറോ അല്ലെങ്കിൽ 0 വെച്ച് എൻഡ് ചെയ്യുന്ന നമ്പർ മാത്രമല്ല ഏത് നമ്പറും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് സ്ക്വയർ ആയാലും സ്ക്വയർ റൂട്ട് വിത്തിൻ 30 സെക്കൻഡ്സ് 3 ഡിജിറ്റ് ആയിക്കോട്ടെ 4 ഡിജിറ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് പറ്റും. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വളരെ യൂസ്ഫുൾ ട്രിക്കാണ് ഏത് ക്ലാസ്സിലുള്ള കുട്ടിക്കാണെങ്കിലും. ഓക്കെ, ഇത് നമ്മൾ അവസാനം ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇത് ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അറിഞ്ഞിരിക്കേണ്ട കാര്യം നിങ്ങളുടെ ബ്രെയിനിൽ ഓൾറെഡി ഉണ്ട്, ഞാൻ എഴുതി വെച്ചു എന്നുള്ളൂ. ആദ്യത്തെ 10 നമ്പറുകളുടെ സ്ക്വയർ അറിയണം. ആൻഡ് സ്ക്വയർ അറിയുന്നതിനെക്കാട്ട് ഇമ്പോർട്ടൻറ്റ് 1ന്റെ സ്ക്വയർ എൻഡ് ചെയ്യുന്ന 1 വെച്ചിട്ട് എൻഡിങ് നമ്പർ ഇസ് ഇമ്പോർട്ടൻറ്റ്. 3ന്റെ സ്ക്വയർ എൻഡ് ചെയ്ത് 9 വെച്ചിട്ട്, 4ന്റെ സ്ക്വയർ എൻഡ് ചെയ്ത് 6 വെച്ചിട്ട്, അപ്പം അങ്ങനെ അത് അറിഞ്ഞിരിക്കും. 8ന്റെ സ്ക്വയർ എൻഡ് 4 വെച്ചിട്ട് ആ എൻഡിങ് നമ്പർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ ഉള്ളത് എന്താണ്? വളരെ സിമ്പിൾ. 10ന്റെ സ്ക്വയർ 100, 20ന്റെ സ്ക്വയർ 400, അങ്ങനെ 2ന്റെ സ്ക്വയർ 4, 2 0 ഇടുക, 3ന്റെ സ്ക്വയർ 9, 2 0 ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ എവിടേക്കാണ് സ്ക്വയറുകൾ നിൽക്കുന്നത്. ഇത് രണ്ടും നിങ്ങളുടെ ബ്രെയിനിലുണ്ട് ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞുതരാം എങ്ങനെയാണ് 529ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ആലോചിക്കണം, ഇങ്ങനെ തന്നെ ചെയ്താൽ സിമ്പിൾ ആയിരിക്കും. 529ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കണം 529 ഇതിൻ്റെ ഇടയ്ക്ക് ഏതിൻ്റെ ഇടയ്ക്കാണ്? അപ്പോൾ 100നെക്കാട്ടും വലുത്, അപ്പോൾ 10 സ്ക്വയറിനെക്കാട്ടും വലുതാണ്, 20 സ്ക്വയറിനെക്കാട്ടും വലുത്, അപ്പോൾ 400നെക്കാട്ടും വലുതാണ്, അപ്പോൾ 20നെക്കാട്ടും വലുതാണ്. പക്ഷെ 30 സ്ക്വയറിനെക്കാട്ടും ചെറുതാണ്. 30 സ്ക്വയറിനെക്കാട്ടും ചെറുതാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓക്കെ 20 സ്ക്വയർ ആയ 400 അല്ലേ. ഇവൻ 529 എന്ന് പറയുന്നത് 529 എന്ന് പറയുന്ന നമ്പർ നമുക്കറിയാം 20 സ്ക്വയർ ആയ 400ഉം അതേപോലെ 30 സ്ക്വയർ ആയ 900ന്റെ ഇടയ്ക്കാണ്. ഓക്കെ, 20 to 30ന്റെ ഇടയ്ക്കാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. ഓക്കെ, സ്ക്വയർ ഒക്കെ 20 to 30 ആണ് അതിൻ്റെ സ്ക്വയർ റൂട്ട്, 20ന്റെ ഇടയിൽ 30ന്റെ ഇടയിൽ. ഓക്കെ, അപ്പം തന്നെ വളരെ സിമ്പിളായി. ഇനി നിങ്ങൾ നോക്കേണ്ട ലാസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഇങ്ങനെ 21, 22, 23, 24 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും 29 വരെ ഏത് വേണേ ആവാം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 9 വെച്ചിട്ടാണ് സ്ക്വയർ എൻഡ് ചെയ്യുന്നത്. 529 വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഏതൊക്കെ സ്ക്വയറുകളാണ് 9 വെച്ച് എൻഡ് ചെയ്യുക? 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ യെസ് അവിടെ ടിക്കറ്റ് വെച്ചോ. അപ്പോൾ 3ന്റെ സ്ക്വയർ. അപ്പോൾ മക്കളെ 20 to 29 13 വരും. ആൻഡ് 3 വെച്ച് എൻഡ് ചെയ്യാൻ പറ്റും 23. ഒന്ന് നോട്ട് ചെയ്യുക, കഴിഞ്ഞിട്ടില്ല, പൊതുവെ 2 വരും. ഇനി 9 വെച്ച് ആരാണ് 9 വെച്ച് അതാ ഇവിടെ ഇതാ ഓക്കെ 7 സ്ക്വയർ. അപ്പോൾ 7 വെച്ച് എൻഡ് ചെയ്യുക, അപ്പോൾ 27. അപ്പോൾ ഒന്നെങ്കിൽ 27ന്റെ സ്ക്വയർ ആയിരിക്കും അത്, അതിൽ 23ന്റെ സ്ക്വയർ ആയിരിക്കും. ഇനി എങ്ങനെ കണ്ടുപിടിക്കുക ഏതിൻ്റെ സ്ക്വയർ ആണ്? 2 ഗസ് നമുക്ക് കിട്ടൂലല്ലോ. വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കിയാൽ 20 സ്ക്വയർ എത്രയാണ്? 400. ഓക്കെ, 30 സ്ക്വയർ എത്രയാണ്? 900. മക്കളെ ആരുടെ അടുത്താണ് കൂടുതൽ? നോക്കിയേ, 20 സ്ക്വയറിൻ്റെ അടുത്ത് 400ന്റെ അടുത്താണോ അല്ലെ 900ന്റെ അടുത്താണോ? ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 129, വളരെ അടുത്താണ്. ഇവിടെ തമ്മിൽ എന്താണ്? 400, 381 അങ്ങനെ എന്തോ ഒരു വലിയ നമ്പർ അല്ലേ. അപ്പോൾ ആരുടെ അടുത്താണ്? 20ന്റെ അടുത്താണ്. അപ്പോൾ 20ന്റെ അടുത്ത് ആരുടെ നമ്പർ? 23. ആൻസർ എത്രയാണ്? 23ന്റെ സ്ക്വയർ. ഇത് നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന ഫുൾ ന്യൂറൽ പ്രോസസ്സിംഗ് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പോൾ നിങ്ങൾ സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതാണ് വർക്ക് ചെയ്യേണ്ട മെക്കാനിസം. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ നോക്കിയേ. 1521 എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ. ആദ്യം ഏത് റേഞ്ച്? 1521 എന്ന് പറയുമ്പോൾ 100നെക്കാളും വലുതാ സ്ക്വയർ, 400നെക്കാളും 700നെക്കാളും 1600 ഇതിനെക്കാളും ചെറുതല്ലേ. അപ്പോൾ 13, 14 അടിക്കില്ലേ, 900ഉം 600 അടിക്കും. അപ്പോൾ 1521 എന്ന് പറയുമ്പോൾ വി ക്യാൻ സേ ഇറ്റ് ഇസ് ബിറ്റ്വീൻ 30 and 40 സ്ക്വയർ. അപ്പോൾ 30 14 ഇടയ്ക്കാണ്, 13 14ന്റെ ഇടയ്ക്കാണ്. അപ്പോൾ 31, 32, 33, 39 വരെ ഏതെങ്കിലും നമ്പർ വരാം. ഇനി 1 വെച്ചിട്ട് എൻഡ് ചെയ്യുന്നത് 1 വെച്ചിട്ട് എൻഡ് ചെയ്യുന്നത് ഏതൊക്കെ സ്ക്വയറുകളാണ്? ഒന്നെങ്കിൽ 1, സോ 1 വരാം, അപ്പോൾ 31 വരാം. ആൻഡ് 9ന്റെ സ്ക്വയർ എന്താണ്? 81 വെച്ചിട്ടുണ്ട്, അപ്പോൾ 39. അപ്പം ഇത് വളരെ ദൂരമുള്ള നമ്പേഴ്സ്. ഒന്നെങ്കിൽ 31ന്റെ സ്ക്വയർ റൂട്ട് 31 ആയിരിക്കും സ്ക്വയർ റൂട്ട്, അല്ലെങ്കിൽ 39 ആയിരിക്കും. ഓക്കെ, ഇനി നോക്കേണ്ട ആലോചിക്കേണ്ട എന്താണ്? 1521 എന്ന് പറയുമ്പോൾ 30 സ്ക്വയർ എത്രയാണ്? 900. അവൻ്റെ അടുത്താണോ അല്ലെങ്കിൽ 40 സ്ക്വയർ ആയ 1600 1600 അടുത്താണോ? ക്ലിയർലി കണ്ടാൽ 1500 1600 അടുത്ത്. അപ്പോൾ വളരെ സിമ്പിൾ ആണ് ആൻസർ കിട്ടി. എന്താണ്? 39 ഇസ് ദ സ്ക്വയർ റൂട്ട്. 1521ന്റെ സ്ക്വയർ റൂട്ട് 39. ഓക്കെ, 1521ന്റെ സ്ക്വയർ റൂട്ട് 31. അപ്പോൾ ഇതാ ഇതിനടുത്തായതുകൊണ്ട് ഇതിനടുത്തല്ല, ഇവിടുന്ന് ഇത്ര 600 എത്ര വ്യത്യാസമുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് ദർ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ആൻസർ ചെയ്യാം. അതായത് നമ്മുടെ തമ്മിലുള്ളത് നമ്മുടെ ഫ്രണ്ടിലെ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. 576 ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് കമൻറ്റ് ചെയ്തേ. ഒന്ന് ആലോചിച്ചിട്ട് കമൻറ്റ്. ഞാൻ 10 സെക്കൻഡ് തരാം. ഓക്കെ, ആദ്യം ആലോചിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾക്കറിയാലോ ഇതിൻ്റെ ഇടയ്ക്ക് ഏതിലാണ് വരിക. പിന്നെ അവസാനത്തെ നമ്പർ നോക്കുക, 2 ഉണ്ട്, ആരെടുത്താന്ന് നോക്കുക. 576 മാത്രമല്ല ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാണിച്ചു തരാം. നിങ്ങൾക്ക് ആൻസർ കമൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. 576 എന്ന് എഴുതാം. ഓക്കെ, 576. ഓക്കെ, 10, 20 20യും 13ൻ്റെ ഇടയ്ക്ക് അല്ലേ, 20യും 13ൻ്റെ ഇടയ്ക്കാണ്. ഓക്കെ, 20 ആയ 400ൻ്റെയും ആൻഡ്
30 ആയ 900ൻ്റെയും ഇടയ്ക്കാണ് ഇത് നമ്പർ. ഓക്കെ, 6 വെച്ച് എൻഡ് ചെയ്യുന്ന ആരൊക്കെയാണ്? 4 സ്ക്വയറും അതേപോലെ 6 സ്ക്വയറും. അപ്പം ഇവർ രണ്ടും അടുത്തടുത്തുള്ള നമ്പർ 24ഉം 26ഉം അടുത്തടുത്തുള്ള നമ്പേഴ്സ്. അപ്പം നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഇനി ചിലവർക്കറിയാം ഇവർ 24ഉം 25 അല്ല, അപ്പം നിങ്ങൾക്കറിയാം 26 അല്ല. അപ്പോൾ ഇതിനിടയ്ക്ക് അറിയാം 25 സ്ക്വയർ എനിക്കറിയാം 625 ആണെന്ന് അല്ലേ? 625 എനിക്കറിയാം, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും 5 വെച്ച് എൻഡ് സ്ക്വയർ ആയതുകൊണ്ട്. അപ്പോൾ 25 സ്ക്വയർ 625 വലുതാണത്? അല്ല, 625 ചെറുതാണ്. അപ്പം 24 ആണെന്ന് ഉറപ്പിക്കാം. 24 ആണെന്ന് ഉറപ്പിക്കാം, കാരണം 25 സ്ക്വയറിനെക്കാട്ടും ചെറുതാണത്, അങ്ങനെ ഉറപ്പിക്കാം. ഇനി ആ ട്രിക്ക് അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഡിസ്റ്റൻസ് നോക്കുക, ഇവർ തമ്മിലുള്ള അകലം നോക്കിയാൽ ഇവിടെ എത്രയാ? 176 ആണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവരെത്രയാണ്? ഇവിടെ 400 അല്ല 324 എന്തോ ഉണ്ട് അല്ലേ? ആരടുത്ത്? 20ൻ്റെ അടുത്താണ്. സോ ആൻസർ എന്താ? 24 അല്ലേ 20ൻ്റെ അടുത്തുള്ള നമ്പർ, 13 അടുത്തല്ല. കഴിഞ്ഞു, ഇത്രയുള്ള സംഭവം. സ്ക്വയർ കണ്ടുപിടിച്ചല്ലോ. ഇനി നിങ്ങളൊന്ന് ഇത് ആൻസർ ചെയ്താൽ കമൻസിൽ ആൻസർ ചെയ്യുക ഇത് എത്രയാണെന്ന്. അപ്പോൾ അതോടെ നിങ്ങളെ സ്ക്വയർ റൂട്ട് 4 ഡിജിറ്റ് 5 ഏതാണ് ആയിക്കോട്ടെ നിങ്ങളുടെ മനസ്സിൽ അലോഡ് ചെയ്യാമെന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിളായി വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാ ക്ലാസ്സുകളിലും എല്ലാ ഫ്രണ്ട്സിനും യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ ഷെയർ ചെയ്യുക. ചിലപ്പോൾ കോളേജിൽ പഠിക്കുന്നവരെ കാണുന്നുണ്ടാവും, ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ 2 കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, അതറിഞ്ഞാൽ എപ്പോഴും ആൻസർ കിട്ടും. ഓക്കെ, ഓൾവേസ് ഫോർ എ പെർഫെക്റ്റ് സ്ക്വയർ.